കൃഷ്ണപ്രിയം ഭാഗം 39. ഈ ചാനലിൽ വരുന്ന കഥകൾക്ക് നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് കൂടുതൽ മനോഹരമായ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഞങ്ങളുടെ കോഴ്സിനൊരു ഗുണമുണ്ട്. 2 വർഷവും ഇൻഡസ്ട്രിയിൽ വിസിറ്റുണ്ട്. എന്ത് ഇൻഡസ്ട്രി, എന്ത് വിസിറ്റ്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ അങ്ങ് പോയി വിസിറ്റ് ചെയ്യും. സിലബസിലുള്ളതാണ് ഈ സാധനം. അത് പൊളിച്ചു. ഇത്തവണ ഞങ്ങൾ പോകുന്നത് ബോംബെയിലും ഗോവയിലുമാണ്. അവിടെ ചെന്ന് ഏതെങ്കിലും ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്ത് ഒരു റിപ്പോർട്ട് കൊടുക്കണം. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ അവിടെ വരെ പോകുന്നതല്ലേ, അതുകൊണ്ട് മാത്രം ഒന്ന് ചുറ്റിക്കറങ്ങും. ഏത് മനസ്സിലായില്ലേ? ഇങ്ങനെ പോകുമ്പോൾ ഡ്രസ് കോഡൊന്നുമില്ല. ടീച്ചേഴ്സ് വരെ നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറക്കാൻ പാടുണ്ടോ? ഇപ്പം ഞാൻ കുറച്ച് റിച്ചാണല്ലോ. എൻ്റെ കെട്ടിയവൻ NRI അല്ലേ, പക്ഷെ ഒരുമാതിരി പരട്ട NRI ആണ്. അങ്ങേരോട് ഓരോന്നിനു വേണ്ടി പട വെട്ടണം. പിന്നെ കാശൊക്കെ അയച്ചു തന്നു, കൂടെ ഒരു ലോഡ് ഉപദേശവും. കാശ് അനാവശ്യമായി ചിലവാക്കരുത്, ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കണം, അറിയാത്ത നാടാണ്, കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകരുത്, ബ്ലാ ബ്ലാ ബ്ലാ. ഞാൻ LP സ്കൂളിൽ നിന്നും സൂ കാണാൻ പോകുന്നതല്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അത് പോക്കറ്റ് മണിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല. ജയൻ ചേട്ടനും വിളിച്ച് കുറേ ഉപദേശം തന്നു. മടുത്തു. പിന്നെ പോയി നല്ല അടിപൊളി ജീൻസും ടോപ്പും ഒക്കെ എടുത്തു. അടിച്ച് പൊളിക്കണ്ടേ. അങ്ങോട്ട് ട്രെയിനിലാണ് പോകുന്നത്. ഫസ്റ്റ് മുംബൈ, അവിടെ 3 ദിവസം. പിന്നെ അവിടെ നിന്ന് ബസ്സിലാണ് ഗോവയിലേക്ക് പോകുന്നത്. അവിടെയും 3 ദിവസം. മുംബൈയിലുള്ള ഏതോ കമ്പനി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ട്രെയിനിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. ഒരു കോച്ചിൽ ഞങ്ങൾ മാത്രം. എന്നാ സൂപ്പറാണെന്നോ. ടീച്ചേഴ്സൊക്കെ ഞങ്ങളെക്കാൾ പൊളിയാ. പോകുന്ന വഴിയിൽ കാണുന്ന ആളുകൾക്കെല്ലാം ടാറ്റ കൊടുത്തും ഫ്ലൈയിങ് കിസ് കൊടുത്തും പാട്ട് പാടി ഡാൻസ് കളിച്ചും ഏതൊക്കെയോ സ്നാക്സ് കഴിച്ചും ഞങ്ങൾ അങ്ങനെ മുംബൈ എത്തി. പിന്നെ അവിടെ ഫുള്ള് അങ്ങ് കറങ്ങി. പേരിനൊരു കമ്പനി വിസിറ്റ് ചെയ്തു. പിന്നെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡും കഴിച്ച് ഷോപ്പിംഗ് നടത്തി. അവിടുന്ന് ബസ് കയറി. മുംബൈയിൽ കണ്ട ഒരുത്തനെ പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല. അറിയാവുന്ന മുറി ഹിന്ദി വെച്ച് അടിച്ച് തകർത്തു. തമിഴ് കുട്ടികൾക്ക് ഹിന്ദി അറിയില്ല. എൻ്റെ ഹിന്ദി കേട്ട് അവർ പുളകം കൊള്ളുന്നത് ഞാൻ കണ്ടു. ടീച്ചേഴ്സ് വരെ ബാർഗെയിൻ ചെയ്യാൻ നമ്മൾ മലയാളികളുടെ സഹായം തേടി. സുഗമാ ഹിന്ദി പരീക്ഷ എഴുതി ഹിന്ദി സിനിമയും കണ്ടു നടന്ന നമ്മളോടെ കളി ഞങ്ങൾ പൊളിച്ച് കൈ കൊടുത്തു. പിന്നെ ഗോവ. അവിടെ ചെന്ന് എല്ലാവർക്കും കിളി പോയ പോലെ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ അലമ്പ് കാണിച്ചിട്ടില്ല. രാത്രിയിൽ നല്ല അടിപൊളി ഡാൻസും പാട്ടും. ഹോ, ബീച്ചിൽ ഞങ്ങളുടെ ക്യാമ്പ് ഫയറും. പിന്നെ അവിടുന്ന് തിരിച്ചു കയറുമ്പോൾ ഒരു ദുഃഖം മാത്രം. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഫെനി അടിക്കാൻ പറ്റിയില്ല. പറ്റിയാൽ എപ്പോഴെങ്കിലും ഫ്രണ്ട്സുമായിട്ട് മാത്രം പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നിട്ട് വേണം ഒരു ഫെനി അടിക്കാൻ. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ബസ്സിന് കാശില്ല. എല്ലാവരും കൂടി നുള്ളിപ്പെറുക്കിയാണ് ബസ് കാശ് ഒപ്പിച്ചത്. പേഴ്സിലാണേ ഒന്നുമില്ല, ബാങ്കിലും ഒന്നുമില്ല. എല്ലായിടത്തും പൂച്ച പറ്റും. ഭാഗ്യത്തിന് ഇനി ഹോസ്റ്റലിൽ കാശടക്കണ്ട. ഏട്ടനോട് ചോദിച്ചാൽ ചിലപ്പോൾ പ്ലെയിൻ കയറി വന്ന് എന്നെ തല്ലും. അതുപോലെ ഞാൻ ഉടുപ്പിച്ചേ. പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ അവസ്ഥ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഇനി വീട്ടുകാർ കാശ് തന്നാൽ മാത്രമേ വീട്ടിൽ പോകാൻ പറ്റൂ. ഒരാഴ്ച അടിച്ചു പൊളിച്ച ഞങ്ങൾ പിന്നെയുള്ള 2 ആഴ്ച ഔട്ടിങ്ങിന് പോലും പോകാതെ ഹോസ്റ്റലിലിരുന്നു. ജയൻ ചേട്ടനും ചേട്ടത്തിക്കും കുഞ്ഞിനും ഒക്കെ ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെ കൊടുക്കും? എപ്പോഴെങ്കിലും പോകുമ്പോൾ കൊടുക്കാം. പിന്നെ എക്സാം ഇങ്ങെത്തി. പിന്നെ പഠിത്തമായിരുന്നു. ഇരുന്നും നിന്നും കിടന്നും ഒക്കെ പഠിച്ചു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു പ്രശ്നമുണ്ട്. ഇനിയുള്ള എക്സാം കഴിഞ്ഞാൽ 1.5 മാസം ബ്രേക്കുണ്ട്. എല്ലാവരും വീട്ടിൽ പോകും. ഹോസ്റ്റലിൽ ആരും കാണില്ല. 1.5 മാസമൊക്കെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ജയൻ ചേട്ടൻ്റെ വീട്ടിൽ പോകണം, ഇല്ലെങ്കിൽ വെളിയിൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കണം. പക്ഷെ അതിനും ഗാർഡിയൻ വേണ്ടേ? ആകെയുള്ള ഗാർഡിയൻ ജയൻ ചേട്ടനാണ്. പുള്ളിയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകൂ. 1.5 മാസം അവിടെ പോയി എങ്ങനെ നിൽക്കുന്നേ? എനിക്ക് വയ്യ. ഞാൻ ഏട്ടനോട് കുറേ പറഞ്ഞു. പക്ഷേ ഏട്ടൻ പറയുന്നത് ജയൻ ചേട്ടൻ അങ്ങോട്ട് പോകാനാ. ചേട്ടത്തി എപ്പോഴും വിളിച്ച് എന്നാ ചെല്ലുന്നതെന്ന് ചോദിക്കും. ഞാൻ പഠിക്കാൻ കുറേ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ പോകാത്തത്. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഏട്ടൻ പറഞ്ഞിട്ടായിരിക്കും ജയൻ ചേട്ടൻ വിളിക്കാൻ വന്നു. ഇനിയൊരു രക്ഷയില്ലല്ലോ. ഞാൻ പുറപ്പെട്ടു. ഡ്രസ്സെല്ലാം എടുത്തു. ഇനി 1.5 മാസം ഉണ്ടല്ലോ. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ചേട്ടത്തി കുറേ പരിഭവം പറഞ്ഞു. എനിക്കിട്ടാണ് 2 അടിയും തന്നു. ഞാൻ ബാഗും എടുത്ത് അകത്തെ മുറിയിലേക്ക് കയറി. അവർക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളെല്ലാം കൊടുത്തു. ചേട്ടത്തി ഭയങ്കര തിരക്കിലാണ്.
എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടുന്നു, എന്തൊക്കെയോ പാക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാ ചേച്ചി ഇതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നേ? ആർക്കെങ്കിലും കൊടുത്തുവിടാനാണോ? അതെ, കൊടുത്തുവിടാൻ തന്നെയാ. എൻ്റെ അനിയന്, അവൻ ദുബായിലാണീ. ഇതൊക്കെ അവന് കൊടുത്തുവിടാനാ. ഏട്ടനോ? ആരെങ്കിലും ഇവിടുന്ന് പോകുന്നുണ്ടോ? ജയൻചേട്ടൻ്റെ കൂട്ടുകാരാരെങ്കിലും ആണോ? എന്നാണ് അവർ പോകുന്നത്? നാളെ രാത്രിയിലാണ് പോകുന്നത്. ജയൻചേട്ടൻ്റെ കൂട്ടുകാരനൊന്നുമല്ല, അവൻ്റെ ഭാര്യയാണ് പോകുന്നത്. അവളുടെ കയ്യിലാണ് ഇതൊക്കെ കൊടുത്തുവിടുന്നത്. ഭാര്യയോ? അത് ഞാനല്ലേ? ഞാൻ ചേട്ടത്തിയെ മിഴിച്ചു നോക്കി. നോക്കണ്ടടി, നീ തന്നെയാ പോകുന്നേ. നിന്റെ കെട്ടിയോനെ നിനക്ക് വിസിറ്റ് വിസ എടുത്തു. പാസ്പോർട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനതങ്ങ് റെഡിയാക്കി. എങ്ങനെയുണ്ട് സർപ്രൈസ്? ചേട്ടത്തി ചോദിച്ചു. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ അതോ കരയണോന്നറിയില്ല. അന്ന് ഏട്ടൻ പാസ്പോർട്ട് എടുത്തപ്പോൾ എനിക്കും എടുത്തിരുന്നു. ഞാൻ അങ്ങനെ നിന്ന് കരഞ്ഞുപോയി. അയ്യേ, കൊച്ചു കരയുവാണോ? നീ നിന്റെ കെട്ടിയോൻ്റെ കൂടെ പോയി പൊളിക്കു കുഞ്ഞേ. ചേട്ടത്തി എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. പാവം, കുറേ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി, മീനച്ചാർ, ഉപ്പേരി, നെയ്യപ്പം, പിന്നെ മിക്സ്ചറും പക്കാവടയും. പിന്നെ വേറെന്തൊക്കെയോ ഐറ്റംസ് ജയൻചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നു ആലപ്പുഴ അശോക ബേക്കറിയിൽ നിന്ന്. ഞാൻ അന്ന് ഏട്ടൻ വിളിച്ചപ്പോൾ കുറേ കരഞ്ഞു സന്തോഷം കൊണ്ട്. എന്നോട് പറയാഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുക, നേരത്തെ പറഞ്ഞാൽ ഞാൻ അതും സ്വപ്നം കണ്ട് പരീക്ഷയിൽ ഉഴപ്പുമെന്ന്. അങ്ങനെ പിറ്റേന്ന് രാത്രിയിൽ ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായ് ഫ്ലൈറ്റ് പിടിച്ചു. അവിടെ ചെന്ന് ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് വെളിയിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടു അവിടെ നിൽക്കുന്നത് എൻ്റെ പ്രാണൻ, എൻ്റെ ജീവൻ, എൻ്റെ ഏട്ടൻ. 1 വർഷം ആകാറായി ഒന്ന് കണ്ടിട്ട്. അവനെ തഴുകിയ കാറ്റേറ്റിട്ട് ഞാൻ വേഗം മുന്നോട്ട് നടന്നു. അവനും വേഗം നടന്നു വരുന്നുണ്ടായിരുന്നു. അല്ല, ഓടി വരുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് എന്നെ പുണർന്നു. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം, അവൻ്റെ ചൂട്, അവൻ്റെ ഗന്ധം എന്നെ പൊതിഞ്ഞു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.